പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. കൂറ്റനാട് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഓഫീസിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. കൂറ്റനാട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം അനുസ്മരണ സമ്മേളനവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തിയത്. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം MT വാസുദേവൻ നായർക്ക് നൽകുവാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തീരുമാനിച്ചു. ഓഫീസ് ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പരിചയപ്പെട്ട ഒരു കാലം മുതൽ അദ്ദേഹം ഒരു അമിതമായ ആദർശം പറയുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗങ്ങളിൽ അദ്ദേഹം ആരെയും വിമർശിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. പല നേതാക്കന്മാരും പത്രങ്ങളിലൊക്കെ പറയുന്നത് പോലെ അലക്കിത്തേച്ച അച്ചടി ഭാഷയിലുള്ള പ്രസംഗവും ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കലും ഞാനൊരു വലിയ ആദർശവാദിയാണെന്നതും ശ്രീ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം ജീവിതത്തിലുടനീളം ഒരു പൊതുപ്രവർത്തകന് വേണ്ട ആദർശം, ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാവേണ്ട സവിശേഷമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉണ്ടായ ഒരു പൊതുപ്രവർത്തകനാണ്. ആളുകളോട് ഇത്രയധികം കമ്മിറ്റ്മെൻ്റ് ഉള്ള, വികസന കാര്യങ്ങളിലും ക്ഷേമകാര്യങ്ങളിലും ഇത്രയധികം പ്രതിബദ്ധതയുള്ള ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഫൗണ്ടേഷൻ ചെയർമാൻ PM അസീസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KV മരക്കാർ, ഗംഗാധരൻ വൈദ്യർ, P ബാലൻ, PA വാഹിദ്, OK ഫാറൂഖ്, അബ്ദുള്ള, OP ഉണ്ണിമേനോൻ, C ചന്ദ്രശേഖരൻ, ഇബ്രാഹിം കുട്ടി, V അബ്ദുള്ളക്കുട്ടി, ഹരിനാരായണൻ, സലീം കൂടല്ലൂർ, KP രാധ, K ജയന്തി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.